ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബി വക്കീലിനെ സോപ്പിടാനായിട്ട് വക്കീലിനെ വലിയൊരാളാക്കി വെച്ച് എങ്ങനെയെങ്കിലും മഹിമയും താനുമായുള്ള പിണക്കം, മഹിമ എന്നോട് എങ്ങനെയെങ്കിലും മിണ്ടി പിന്നീട് പതുക്കെ അവളെ സ്വന്തമാക്കാമെന്ന ആ ഒരു ചിന്താഗതിയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ അബിയുടെ ഉള്ളിൽ. അങ്ങനെ അബി വക്കീലുമായി സംസാരിക്കുകയാണ്. വക്കീലിനാണെങ്കിലോ മഹിമ തന്നോട് ഇഷ്ടമുണ്ട്, തന്നെ വലുതാക്കി സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ വക്കീൽ ചോദിക്കുകയാണ്, അല്ല സത്യത്തിൽ എന്താണ് മഹിമ എന്നെക്കുറിച്ച് പറഞ്ഞത്? അല്ല, മറ്റുള്ളവർക്ക് സഹായം നൽകാനും മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും യാതൊരു മടിയില്ലാത്ത നല്ല നന്മയുള്ള ആളാണ്. വക്കീലിനോട് എനിക്ക് എപ്പോഴും ഒരു ബഹുമാനം സ്നേഹമൊക്കെയാണ് എന്ന് മഹിമ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. സത്യമായിട്ടും അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ആദ്യമൊക്കെ ചിരിച്ച് വക്കീലങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അബിയാണെങ്കിലോ വക്കീൽ എൻ്റെ വാക്കുകളിൽ വീണു എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇങ്ങനെ അബി നിൽക്കുന്നത് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗരിയമ്മയുടെ കടന്നു വരിട്ടോ. അങ്ങനെ ഗൗരിയമ്മ പറയണേ, ആഹാ ഇവൻ വീണ്ടും എത്തിയോ? അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയാണ്, അമ്മേ എൻ്റെ മഹിമയ്ക്ക് എന്നോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഇത്രയെന്ന്. ഇവൻ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ, ആഹാ ഇവൻ അങ്ങനെ പറഞ്ഞോ? ഇവനെ അങ്ങനെ പറഞ്ഞു, എന്നാൽ ഇവന് നല്ലൊരു ചായയൊക്കെ ഇട്ട് കൊടുക്കാലോ എന്ന് ഗൗരിയമ്മ പറയുമ്പോൾ അബിയുടെ ഉള്ളിൽ ഒരു ധൈര്യമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇവർ വീണിരിക്കുന്നു, എന്തായാലും ഇവനെ പിടിച്ച് അകത്തോട്ട് കയറ്റാം എന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് ഗൗരിയമ്മ അകത്തോട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അകത്ത് കയറിയിരിക്കുകയാണ്. അബി ഒരു ധൈര്യത്തോടെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹിമയുടെ കടന്നു വരും കേട്ടോ. അങ്ങനെ മഹിമയെ കാണുന്ന അബി ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതേ സമയം മുകുന്ദൻ അവിടെ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുകുന്ദൻ പറയണേ, അതെ മഹിമേ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാനൊരു സത്യം ഇവനിൽ നിന്ന് അറിഞ്ഞു. അതെന്ത് സത്യം എന്ന് മഹിമ ചോദിക്കുമ്പോൾ, അതില്ലേ ഇവൻ പറയണേ നിനക്ക് എന്നോട് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടെന്ന്. ആണോ? ഇവൻ അങ്ങനെ പറഞ്ഞു? ഇവനങ്ങനെ പറഞ്ഞു മഹി. അത് കേൾക്കുന്ന അബി തന്നെ കോരുകയാണെന്ന് തനിക്ക് മനസ്സിലായിട്ടോ. അതോടുകൂടി അബി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പതറുന്നുണ്ട് കേട്ടോ. ഈ സമയം എന്താ അബി, നീ അവിടെ ഇരിക്ക്, നിന്നോട് കാര്യങ്ങൾ പറയട്ടെ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് വക്കീലിനെ കുറിച്ച് പറഞ്ഞത് അതും കൂടി വക്കീലിന് പറഞ്ഞു കൊടുക്ക്. അപ്പോഴേക്കും ഗൗരിയമ്മ, നിനക്ക് ചായ വേണ്ട അതോ തണുത്ത ജ്യൂസാണ് വേണ്ടത്? ഏതാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഇപ്പോഴത്തെ സമയം ഏതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അബിയെ കളിയാക്കുകയാണെന്ന് തോന്നുക. അബി പറയണേ, നിങ്ങളെന്താ എന്നെ എല്ലാവരും കൂടി കളിയാക്കുകയാണോ എന്ന് ചോദിച്ച ഉടൻ തന്നെ വക്കീൽ പറയണേ, എടാ നീ ഈ നാട്ടിൽ കാലുമുത്തിയത് മുതൽ മഹിമയുടെ മുന്നിൽ എത്തിയത് മുതൽ എനിക്ക് മനസ്സിലായതാണ് നീ ഒരു ഫ്രോഡാണെന്ന്. എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും എന്നെ കിട്ടില്ലടാ. നീ പറയുന്ന വാക്കുകൾ കേട്ട് അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നവനല്ലടാ നീ. ഒരു പക്ഷേ മഹിമയെ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ മഹിമ എനിക്ക് എന്നും വേണ്ടപ്പെട്ടവളാണ്. അത് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട. മഹിമയെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ അബിയെ അവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇവർ 3 പേരും ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം വക്കീൽ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല മഹിമയെ, അവനെ പേടിക്കണം. അവൻ കാനഡ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിന്നെ അവൻ വരുതിയിലാക്കുമോ, നിന്നെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയുണ്ട്. ഇത് കേൾക്കുന്ന വക്കീലെ, അവനെപ്പോലെ ഒരു നരുന്ന പയ്യൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന എന്താ എൻ്റെ വക്കീൽ പറയുന്നത്? എന്നാലും ആണുങ്ങളെ അത് പറയാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറിയൊരു പേടി ഇങ്ങനെ ഗൗരിയമ്മക്കുള്ളിൽ വരികയാണ് കേട്ടോ. മഹിമ അത്ര കാര്യമാക്കുന്നില്ല. മഹിമ അങ്ങ് ഇറങ്ങുന്നു. എന്നാൽ വക്കീലിനോട് ഗൗരിയമ്മ പറയാണ്, ഇനി മഹിമയുടെ കാര്യം പറയാൻ പറ്റില്ല മോനെ. അവളുടെ നേർക്ക് നിൻ്റെ ഒരു കണ്ണുണ്ടാവണം. കാരണം അവനൊരു ഫ്രോഡാണ്. അവനെ കണ്ടാൽ അറിയാം അവൻ ഉഡായിപ്പാണെന്ന്. ഒരുപക്ഷെ കാനഡയിൽ ഇതുപോലെ വല്ല പെണ്ണും ഇതൊക്കെ പിടിച്ച് വന്നവനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് മുകുന്ദനോട് പറയുമ്പോൾ മുകുന്ദന് നല്ല പേടി വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വീട്ടിൽ ചെന്ന മഹിമ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി കടന്നു വരികയാണ്. അങ്ങനെ ഗിരി ചോദിക്കുകയാണ്, എന്താ മഹിമേ, എന്താ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല, ഞാൻ എൻ്റെ ചേച്ചിയെക്കുറിച്ച് ചിന്തിച്ചതാണ്. നിൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? അല്ല, എൻ്റെ ചേച്ചി എല്ലാവർക്കും മുന്നിൽ ഒരു പൊട്ടിയെ പോലെ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുക എന്നറിയാതെ ആ പാവം ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദന തോന്നുന്നു. അതിനെന്താ നിൻ്റെ ചേച്ചിക്ക് ഇവിടെ ആരൊന്നും നിൻ്റെ ചേച്ചിയെ ചെയ്തില്ലല്ലോ. ഞാനുള്ളിടത്തോളം നിൻ്റെ ചേച്ചിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ മഹിമയോട് പറയുമ്പോൾ മഹിമ പറയണേ, ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കണ്ട, ഞാൻ ഹോസ്റ്റലിലോട്ട് പോവാം. പക്ഷേ എനിക്ക്
സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. കാരണം ഭാനുമ്മയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കും ഗിരിയേട്ടനും നന്നായി അറിയാലോ. പിന്നെ സ്വപ്നയും കുഞ്ഞാറ്റയും അവർക്കൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഗിരിയേട്ടൻ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക, എൻ്റെ ചേച്ചി ഇവിടെ സേഫാണോ? എന്നാൽ ഭാനുമ്മ ഒന്ന് വീണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഉള്ളിൽ പിടഞ്ഞത് കണ്ടോ? ആ പാവം മനസ്സിലൊന്നും വെക്കാതെ, തന്നോട് കാണിച്ച ക്രൂരതകളൊന്നും ഓർക്കാതെ എന്തെല്ലാമാണ് ഭാനുമ്മക്ക് ചെയ്തു കൊടുക്കുന്നത്. സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു പക്ഷേ ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേടൊന്നും എൻ്റെ ചേച്ചിക്ക് വന്നില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാതെ തൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ. അതിന് താനും കൂടി ഒരു ഉത്തരവാദിയാണല്ലോ. കാരണം ഈ മാധവനെ കൊണ്ടുവന്നിട്ടതും ഗോപാൽജിയുടെ വാക്ക് കേട്ട് പെരുവഴിയിലോട്ട് എറിഞ്ഞതും ഈ ഗിരി തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു പേടി ഉള്ളിലോട്ട് വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മഹിമയാണെങ്കിലോ അത് പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് മഞ്ജു കയറി വരണം. അപ്പോൾ മഞ്ജു ഇങ്ങനെ വരുമ്പോൾ എന്താ ഗിരിയേട്ടൻ എത്ര വല്ലാതെ ചിന്തിക്കുന്നു? ഇപ്പോൾ 2-3 ദിവസമായി ഗിരിയേട്ടൻ്റെ ചിന്ത തന്നെയാണല്ലോ എന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ ഒന്നുമില്ല, ഞാൻ തന്നെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചതാണ്. എന്നെക്കുറിച്ച് ഓർത്തോ? എന്നെക്കുറിച്ച് ഓർക്കാൻ എന്താ എത്ര വല്ലാതെ എന്നിങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ അല്ല, തൻ്റെ ഒരു കാര്യം ആലോചിക്കുകയാണ്. തന്നെ എല്ലായിടത്തും ചെറുതായി പോവല്ലേ? എന്ത് ഞാൻ ചെറുതാവേ? എന്താ ഗിരിയേട്ട ഈ പറഞ്ഞ്? പിന്നെ ഇന്ന് സ്വപ്ന എൻ്റെ മുഖത്ത് നോക്കി നിന്നെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. അതിന് മാത്രം എന്താ ഉണ്ടായത്? അല്ല, അമ്മക്ക് വയ്യാതായപ്പോൾ സ്വന്തം കാറ് വീട്ടുമുറ്റത്ത് കിടക്കുമ്പോഴും ഒരു പോലീസുകാരിയായ നിനക്ക് കാർ ഓടിക്കാൻ പോലും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിച്ചിരിക്കുമെന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മഞ്ജുവിനോട് പറയണം കേട്ടോ. അതാണോ ഇപ്പോൾ ഗിരിയേട്ടാ? അതിനിപ്പോൾ ഞാൻ കാർ ഓടിക്കണമെന്നൊന്നും ഇല്ലല്ലോ, കാര്യം നടന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും നീങ്ങണം കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മഞ്ജു തൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗിരി വരികയാണ്. അങ്ങനെ ഗിരി വന്നിട്ട് പറയാണ് മഞ്ജുവിനോട്, അതെ മഞ്ജു, നീ അവിടെ നിന്ന് നിന്നേ. എന്താ? അതെ, എനിക്ക് ഇന്ന് ഷോപ്പിലോട്ട് പോകാൻ നീ ഈ കാർ എടുത്തേക്ക്, എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തോ. അത് കേൾക്കുന്ന മഞ്ജു പറയാം, അയ്യോ എനിക്ക് പേടിയാണ് കാർ ഓടിക്കാൻ. പിന്നെ തനിക്ക് എങ്ങനെയാണോ ലൈസൻസ് കിട്ടിയത്? തനിക്ക് എന്ത് പേടി എന്നാ പറയുന്നത്? അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന പറയണേ, വെറുതെ ഗിരിയേട്ടാ, ഇപ്പോൾ ഗിരിയേട്ടന് യാതൊരു കുഴപ്പമില്ല. ഗിരിയേട്ടൻ വണ്ടി അവളുടെ കൂടെ ഓടിച്ചിട്ട് ഗിരിയേട്ടൻ്റെ കയ്യോ കാലോ മുറിയാൻ നിൽക്കേണ്ട. അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയാം, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണേ. ഇതേ സമയം ഭാനുമ്മ, അങ്ങനെയൊന്നുമില്ല സ്വപ്ന, നീയൊന്നും മിണ്ടാതെ ഇരുന്നേ, മഞ്ജുവിനെ അറിയാമല്ലോ, ഇനി അങ്ങനെ കൊച്ചയ്ക്ക് സംസാരിക്കില്ലേ എന്നൊക്കെ മഞ്ജുവിൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ഭാനുമ്മ ഇത് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജു വണ്ടി ഓടിക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് ഭാനുമ്മക്കുള്ളിൽ. അങ്ങനെ ഗിരി പറയണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ വണ്ടി എടുത്തേ പറ്റുള്ളൂ, ഇതാ ചാവി എന്ന് പറഞ്ഞ് ഗിരി മഞ്ജുവിൻ്റെ കൈകളിൽ ആ ചാവി കൊടുത്ത് കാറടിപ്പിക്കാൻ കേട്ടോ. ഇതേ സമയം ഈശ്വര, എൻ്റെ മകനെ അവൾ കൊണ്ടുപോയി കൊല്ലുമോ എന്ന് പറഞ്ഞ് ഭാനുമ്മ കൈവെക്കുമ്പോൾ അമ്മയെല്ലാം അവൾക്ക് സപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ടല്ലേ ഗിരിയേട്ടൻ അവളെ കൊണ്ട് കാറടിപ്പിച്ചത്. ഇനി അമ്മ തന്നെ അനുഭവിച്ചോ, ഇനി വരുന്നത് ഗിരിയേട്ടൻ ഏത് കാലിലാണാവോ എന്ന് നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഭാനുമ്മയുടെ നെഞ്ചിരിപ്പ് കൂടാണ് കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജുവിന് ഒരു ആത്മധൈര്യം കൊടുക്കാൻ ഗിരി ഒപ്പം നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ മഞ്ജു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അവിടെയും ഇവിടെയും കൊണ്ടുപോയി കുത്തുമ്പോൾ അങ്ങ് ഗിരിയുടെ വായിൽ നിന്നുള്ള വഴക്കിട്ടോ, എന്തിനാടോ താനിങ്ങനെ പേടിക്കുന്നത്? തൻ്റെ കൂടെ ഞാനില്ലടോ, പിന്നെ താനെന്തിനാ പേടിക്കുന്നത്? തന്നെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല, താൻ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ് ഗിരിയുടെ ആ ആത്മധൈര്യമുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജു നന്നായി കാറോടിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ മഞ്ജുവിൻ്റെ പേടി ഗിരി മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ മഹിമക്ക് മുന്നിലും എല്ലാവർക്കും മുന്നിലും വണ്ടി ഓടിച്ചു വരുന്ന മഞ്ജുവിനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ആ കിടുക്കാച്ച സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ സീരിയലിൻ്റെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ എന്നും ഈ ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.